Hi all, welcome back to Xylem Learning. എവിടെ സാറാണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഹിസ്റ്ററിയിലെ ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് അതുപോലെ തന്നെ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇപ്പോൾ സാർ വന്നിട്ടുള്ളത്. എല്ലാ മക്കളും ത്രൂ ഔട്ട് ക്ലാസ് കാണുക. നമുക്കൊരു 6 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം നമ്മുടെ ഹിസ്റ്ററിയിലെ കംപ്ലീറ്റും നമ്മുടെ ഈ പറയുന്ന NCERTയിലെ ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ് ആണ്. ഫ്രഞ്ച് റവല്യൂഷൻ ആണെങ്കിലും റഷ്യൻ റവല്യൂഷൻ ആണെങ്കിലും ഹിറ്റ്ലർ ആണെങ്കിലും ഈ പറയുന്ന 3 ഏരിയാസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നമുക്കറിയാം ആ ഏരിയാസിലുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവുന്നത്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, ത്രൂ ഔട്ട് ക്ലാസ് കാണുക. നേരെ നമുക്ക് എന്ത് ചെയ്യാം, ടോപ്പിക്കിലേക്ക് പോടാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നതാ explain the structure of French society before the French Revolution. ഫ്രഞ്ച് റവല്യൂഷന് മുമ്പ് 1789 മുമ്പ് ഈ പറയുന്ന ഫ്രഞ്ച് സൊസൈറ്റിയുടെ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നോക്കുക. ഫ്രഞ്ച് സൊസൈറ്റി എന്ന് പറയുന്നത് 3 സ്റ്റേറ്റ്സ് ആയിട്ടായിരുന്നു എന്ത് ചെയ്തിരുന്നത്, ഡിവൈഡ് ചെയ്തിരുന്നത് അല്ലെ. ഫസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആര് തന്നെയാണ്, ക്ലേർജി തന്നെയാണ്. ആരാടാ? ഫസ്റ്റ് സ്റ്റേറ്റ് കൺസിസ്റ്റഡ് ഓഫ് ദ ക്ലേർജി ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ക്ലേർജി ആണ് ഫസ്റ്റ് സ്റ്റേറ്റിലുള്ളത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹു വെർ റെസ്പോൺസിബിൾ ഫോർ റിലീജിയസ് ഡ്യൂട്ടീസ് ആണ്. അതുപോലെ തന്നെ ലാർജ് പോർഷൻ ഓഫ് ലാൻഡ് ആരുടെ ഓണർഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട്, ഈ ക്ലേർജിയുടെ ഓണർഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട്. അത്യാവശ്യം വലിയൊരു സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ഒരു അതോറിറ്റി തന്നെയാണിത് ക്ലേർജി എന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സെക്കൻഡ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് നോബിൾസ് ആണ്. അവരും ഫ്യൂഡൽ പ്രിവിലേജസും പിന്നെ എന്താ പറയുക ലാർജ് ലാൻഡ് പോർഷൻസും മിലിറ്ററി അങ്ങനെയുള്ള കുറേ കുറേ അധികം അഡ്വാൻറ്റേജസ് എൻജോയ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ആണ് ആര്, നോബിൾസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നൊബിലിറ്റി എന്ന് പറയുന്ന പ്രഭുക്കന്മാരെന്ന് പറയുന്നത്. ലൈക്ക് ക്ലേർജി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവർക്കും അഡ്മിനിസ്ട്രേറ്റീവിലും ആർമിയിലും ഹയർ പൊസിഷൻ തന്നെയാണ് ആർക്കുള്ളത്, നമ്മുടെ നോബിൾസിനുള്ള നമുക്ക് കാണാൻ പറ്റും. ഇനി തേർഡ് എസ്റ്റേറ്റ് നമ്മൾ പറയുമ്പോൾ ദ ഫൈനൽ എസ്റ്റേറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ദ തേർഡ് എസ്റ്റേറ്റ് ഇൻക്ലൂഡഡ് പേഴ്സൺസ്, ആർട്ടിസൻസ്, വർക്കേഴ്സ്, സ്മോൾ ട്രേഡേഴ്സ്, ലോയേഴ്സ് ആൻഡ് ബിസിനസ്മെൻ. ഓൾദോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷൻ, ഇറ്റ് ഹാഡ് നോ പൊളിറ്റിക്കൽ റൈറ്റ് ടു എൻഡർ ബർഡൻ ഓഫ് ടാക്സേഷൻ. ഇവിടെ നമ്മൾ പറയുന്നത് കോമൺ പീപ്പിൾസ്, എസ്പെഷ്യലി പെസൻസ്, ആർട്ടിസൻസ്, അതുപോലെ ലോയേഴ്സ്, വർക്കേഴ്സ്, സ്മോൾ ബിസിനസ് ഗ്രൂപ്പ്സ്, സ്മോൾ ട്രേഡേഴ്സ്, അങ്ങനെയുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ആണ്. ഇതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് കൂടുതലും പുവർ ആയിട്ടുള്ള ആളുകളാണ്, കോമൺ പീപ്പിൾസ് ആണ് ഇതിൽ കൂടുതൽ വരുന്നത്. ഏറ്റവും കൂടുതൽ ഫ്രഞ്ച് സൊസൈറ്റിയിലുള്ളതും ആര് തന്നെയാണ്, ഈ പറഞ്ഞ തേർഡ് സ്റ്റേറ്റിലുള്ള മെമ്പേഴ്സ് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അവർക്ക് കുറേ അധികം ടാക്സ് അവർ പേ ചെയ്യണം. അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ ദേ ഡോണ്ട് ഹാവ് എനി കൈൻഡ് ഓഫ് റൈറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. ഒരു പവറോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ആണ്. പക്ഷെ അവർ ടാക്സ് പേ ചെയ്യണം. ടാക്സിന്റെ മൊത്തം ബേർഡൻ ആയിരിക്കാണ് ഈ പറഞ്ഞ തേർഡ് എസ്റ്റേറ്റിനാണ് നമുക്ക് കാണാൻ പറ്റും. മെമ്പേഴ്സ് ഓഫ് തേർഡ് എസ്റ്റേറ്റ് paid direct taxes such as tile and indirect tax on everyday goods and feudal dues and to landlords. This unequal social system caused widespread dissatisfaction and resentment, which became major cause of the French Revolution. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ഈ പറയുന്ന അൺഈക്വൽ ആയിട്ടുള്ള സോഷ്യൽ സിസ്റ്റമാണ്, സോഷ്യൽ ഇക്കണോമിക് സിസ്റ്റമാണ് ഫ്രഞ്ച് സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും. മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷൻ എന്ത് സഫർ ചെയ്യുന്നുണ്ടായിരുന്നു, ഈ പറയുന്ന ഇക്കണോമിക് ക്രൈസിസ് ആണെങ്കിലും പോവർട്ടി സിറ്റുവേഷൻ ആണെങ്കിലും ഒക്കെ സഫർ ചെയ്യുന്നുണ്ടായിരുന്നു. അഡീഷണൽ ആയിട്ട് അവർക്ക് ഒരു കൈൻഡ് ഓഫ് എന്തുണ്ടായിരുന്നില്ല, പ്രിവിലേജസും ഉണ്ടായിരുന്നില്ല. അതായത് ഫസ്റ്റും സെക്കൻഡും എസ്റ്റേറ്റ്സ് ലോട്ട്സ് ഓഫ് പ്രിവിലേജസ് എൻജോയ് ചെയ്ത സമയത്ത് തേർഡ് എസ്റ്റേറ്റിന് ഒരു പ്രിവിലേജ് ഇല്ല എന്ന് മാത്രമല്ല അവരായിരുന്നു മേജർ ആയിട്ടുള്ള ടാക്സ് പേയേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഈ ഫസ്റ്റും സെക്കൻഡും എസ്റ്റേറ്റ് എല്ലാ കൈൻഡ് ഓഫ് ടാക്സസും എന്ത് ചെയ്തിരുന്നു, അവർക്ക് ഫ്രീ ആയിരുന്നു, അവർക്ക് ടാക്സ് ഒന്നും പേ ചെയ്യേണ്ടി വന്നിരുന്നില്ല എന്നൊരു സിറ്റുവേഷൻ കൂടി നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും, നോട്ട് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നടാ, ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് ഫിലോസഫേഴ്സ് ഇൻ ദ ഫ്രഞ്ച് റവല്യൂഷൻ. ഫ്രഞ്ച് റവല്യൂഷന് ഫിലോസഫേഴ്സിന്റെ റോൾ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഒബ്വിയസ്ലി എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന റൂസോ ആണെങ്കിലും അതുപോലെ തന്നെ ജോൺ ലോക്ക് ആണെങ്കിലും മോണ്ടസ്ക്യൂ ആണെങ്കിലും ഇങ്ങനെ ലോട്ട്സ് ഓഫ് ഫിലോസഫേഴ്സ് ദെയർ ഓൺ കോൺട്രിബ്യൂഷൻസ് എന്തിൽ നൽകിയിട്ടുണ്ട്, ഫ്രഞ്ച് റവല്യൂഷനിൽ നൽകിയിട്ടുണ്ട്. അതായത് അവരുടെ ഐഡിയാസ്, അവർ മുമ്പോട്ട് വെക്കുന്ന ഐഡിയാസ്, അവർ മുമ്പോട്ട് വെക്കുന്ന കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഐഡിയോളജീസ് ആളുകൾ വലിയ രീതിയിൽ ഇൻസ്പയർഡ് ആവുകയും ആളുകൾ അത് അറ്റൈൻ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഡിവൈൻ റൂൾ ഓഫ് എന്താ പറയുക കിങ്ങിനൊക്കെ ആര് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ തിങ്കേഴ്സ് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി റാഷണൽ ആയിട്ട് തിങ്ക് ചെയ്യുക, കുറച്ചും കൂടി പറയുന്ന ഒബ്ജക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക, കാര്യങ്ങൾ നോക്കി കാണുക എന്ന് വിചാരിച്ചിരുന്ന തിങ്കേഴ്സ് ആയിരുന്നു എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഒബ്വിയസ്ലി ഇവരുടെ ഓരോ ഇൻസ്പിറേഷനും അല്ലെങ്കിൽ ഇവരുടെ ഓരോ കോഴ്സും ആണെങ്കിലും ഇവരുടെ ഓരോ വേർഡ്സും ആണെങ്കിലും ആളുകൾ വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നത്, ഇൻസ്പയർഡ് ആവുന്നുണ്ട്. നമ്മളിങ്ങനെ ഒന്ന് ജീവിച്ചാൽ പോലെ നമ്മൾ ഈ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിനെതിരെ എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ ചെയ്യണം, റെവല്യൂഷൻ കണ്ടക്ട് ചെയ്യണം എന്നൊക്കെ ആളുകൾക്ക് ഒരു എന്താണ് ഒരു അവയർനെസ് ഉണ്ടാക്കി കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ കൊടുക്കാൻ ആർക്ക് പറ്റുന്നുണ്ട്, ഈ തിങ്കേഴ്സിന് പറ്റുന്നുണ്ട്. നമുക്ക് നോക്കാം.
Philosophers played a crucial role in preparing a ground of French Revolution by spreading ideas of liberty, equality, and democracy. Thinkers like John Locke argued that the rulers did not have a divine right and that government should be based on consent of the people. ഇപ്പോൾ ജോൺ ലോക്കിന്റെ ഐഡിയ എന്ന് പറയുന്നത് ഒരിക്കലും എന്താണ് ഡിവൈൻ റൂൾ അല്ലെങ്കിൽ പറയുന്ന ഡിവൈൻ റൈറ്റ്സ് അല്ലെങ്കിൽ കിങ്ങിന് പവർ കൊടുത്തത് ഗോഡ് ആണ് എന്നൊരു കോൺസെപ്റ്റ് ഒന്നും ശരിയല്ല. പീപ്പിൾസിന്റെ കൺസെന്റോട് കൂടിയാണ് ഗവേൺ ചെയ്യേണ്ടത് എന്നൊരു കോൺസെപ്റ്റ് മുമ്പോട്ട് വെക്കുമ്പോൾ മോണ്ടസ്ക്യൂ പ്രപ്പോസ്ഡ് ദ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് അമംഗ് ദ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. അതായത് ടിറണി പോലുള്ള സിസ്റ്റം പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, കൃത്യമായിട്ടും പവർ ഡിഫറെന്റ് ഓർഗൻസിലൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ഈ പറയുന്ന കൃത്യമായിട്ടുള്ള ഒരു പവർ ഷെയറിംഗ് അറേഞ്ച്മെന്റ് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ആരും മുമ്പോട്ട് ചെയ്ത് മോണ്ടസ്ക്യൂ. അതായത് സെർട്ടൈൻ പവേഴ്സ് ആര് കൊടുക്കുക, എക്സിക്യൂട്ടീവിനും ലെജിസ്ലേച്ചറിനും ജുഡീഷ്യറിക്കും അങ്ങനെ സെപ്പറേറ്റ് പവേഴ്സ് കൊടുക്കുക. ദർ ഓൺ ജൂറിസ്ഡിക്ഷൻ കൂടി എന്ത് ചെയ്യുക, കൃത്യമായിട്ടും അവിടെ മെൻഷൻ ചെയ്യുക എന്നൊരു ഡിമാൻഡാണ് ആരും മുമ്പോട്ട് വെച്ചത്, മോണ്ടസ്ക്യൂ മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. Then Jean-Jacques Rousseau emphasized the concept of popular sovereignty and believed that the people were true source of political power. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന റൂസോ ആണെങ്കിൽ പോപ്പുലർ സോവേണിറ്റിക്കാണ്, ഇപ്പൊ എന്താ പറയുക, ജനകീയ പരമാധികാരത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ഒരു നേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്തിലൂടെയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പൊളിറ്റിക്കൽ പവർ ആരിലൂടെ ആയിരിക്കണം, ജനങ്ങളിലൂടെ ആയിരിക്കണം എന്നൊരു കോൺസെപ്റ്റ് ആണ്. ദ പ്രൊഫറ്റ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ എന്നറിയപ്പെടുന്നത് ജീൻ-ജാക്ക് റൂസോ ആണ്. ഓക്കെ, ഫ്രഞ്ച് റവല്യൂഷന്റെ പ്രൊഫറ്റ് ആയിട്ട് അറിയപ്പെടുന്നത് റൂസോ ആണ്. മാൻ ഇസ് ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഹി ഈസ് ഇൻ ചെയിൻസ് എന്നൊക്കെയുള്ള വലിയൊരു സ്റ്റേറ്റ്മെന്റ്സിലൂടെ ഫ്രീഡത്തിന് ഇമ്പോർട്ടൻസ് എന്താണ്, വാല്യൂ എന്താണെന്നൊക്കെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു തിങ്കറാണ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അവിടെ നമ്മൾ പറയുന്നത് ഈ ഐഡിയാസ് ഒക്കെ വൈഡ്ലി ബുക്സിലൂടെയും സാലോൺസിൽ ആൾക്കാർ സംസാരിച്ചും പാംപ്ലെറ്റ്സിലൂടെ ആളുകൾ എന്ത് ചെയ്യുന്നു, ഇൻസ്പയർഡ് ആവുന്നു. അങ്ങനെ ആളുകൾ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ സോഷ്യൽ പ്രിവിലേജസിന് എഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ ഫൈറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ മൊണാക്സിന്റെ ഈ പറയുന്ന എന്താണ് പറയാ, അവർക്കുള്ള ഈ റൈറ്റ്സിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാനും അതിലൂടെ ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് റവല്യൂഷന്റെ ഒരു എമർജൻസിനും എന്ത് ചെയ്യുന്നു, കാര്യങ്ങൾ എത്തുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇടാ. What were the main cause of the French Revolution? ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ആലോചിക്കേണ്ടത് ടാക്സേഷൻ ഏറ്റവും കൂടുതൽ ബേർഡൻ സഫർ ചെയ്തിരുന്നത് തേർഡ് എസ്റ്റേറ്റ് ആയിരുന്നു. അത് തന്നെയാണ് മേജർ കോസ് ഓഫ് ദ ഫ്രഞ്ച് റവല്യൂഷൻ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ടെന്നീസ് കോട്ടത്തിലൂടെയാണ് ആ ഒരു ഡിക്ലറേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. ടാക്സ് ഇൻക്രീസ് ചെയ്യാനുള്ള ഗവൺമെന്റിന്റെ ഡിസിഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് ടെന്നീസ് കോർട്ടിൽ വെച്ച് എന്ത് ചെയ്യുന്നു, വി ആർ ദ നാഷണൽ അസംബ്ലി ഓഫ് ഫ്രാൻസ് എന്ന കാര്യം തേർഡ് എസ്റ്റേറ്റ് ഡിക്ലെയർ ചെയ്യുകയും അതിനുശേഷം ഫ്രാൻസിന് വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തതിനു ശേഷം മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് എന്ത് ചെയ്യുന്നുള്ളൂ, ഡിസ്പേഴ്സ്ഡ് ആവുന്നു എന്നൊക്കെ അവർ അവിടെ ഒരു ഓത്തും കാര്യങ്ങളൊക്കെ നടത്തുന്നു. അതൊരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റീസൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതിലേക്ക് എത്തിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട റീസൺസ് എന്ന് പറയുമ്പോൾ സോഷ്യോ ഇക്കണോമിക് ഡിസ്ക്രിമിനേഷൻ തന്നെയാണ്, ഇൻഇക്വാലിറ്റീസ് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റും. The French Revolution was the result of several political, social, and economic and intellectual causes. Politically, France was ruled by the absolute monarch who denied political right to the people. Then, socially, the estate system created a deep inequalities, with the third estate suffering exploitation and injustice. Economically, injustice. And economically, France faced a severe financial crisis due to wars, extravagant royal spending, and inefficient taxation. The burden of tax fell entirely on the third estate, while food prices rose sharply, leading to the widespread hardship. Then intellectually നമ്മൾ നോക്കുകയാണെങ്കിൽ എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സിന്റെ ഐഡിയാസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്രഞ്ച് റവല്യൂഷൻ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയാ, ഈ ഒരു എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിന് അഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്യാൻ ആളുകളെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻസ്പയർഡ് ആയിട്ടുള്ളത് ഈ പറഞ്ഞ എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സ് തന്നെയാണ്. ഇക്കണോമിക്കലി നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഫ്രഞ്ച് സൊസൈറ്റി ഈ മൈനോറിറ്റി അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഫസ്റ്റ് സെക്കൻഡ് എസ്റ്റേറ്റ്സ് അല്ലെങ്കിൽ മൊണാക്സും ഈ പറയുന്ന ഫസ്റ്റ് സെക്കൻഡ് എസ്റ്റേറ്റ് ഒക്കെ ലോട്ട്സ് ഓഫ് ലക്ഷറസ് ആയിട്ടുള്ള ലൈഫും കാര്യങ്ങളൊക്കെ മുമ്പോട്ട് വെച്ചതിന്റെ ഭാഗമായിട്ടും വാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ടൊക്കെ ഫ്രഞ്ച് ഇക്കണോമി ട്രഷറി എന്ന് പറയുന്നത് എംറ്റി ആയിരുന്നു. നയാ പൈസ ഇല്ല, കയ്യിൽ ഒരു നയാ പൈസ ഇല്ല എന്ന് പറഞ്ഞ സിറ്റുവേഷൻ ആയിരുന്നു ഫ്രഞ്ച് ട്രഷറി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു ഇക്കണോമിക് ക്രൈസിസ് അല്ലെങ്കിൽ പോവർട്ടി സിറ്റുവേഷൻസ്, സ്ട്രാവേഷനൊക്കെ ആര് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, അവിടുത്തെ കോമൺ പീപ്പിൾസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ സോഷ്യൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഡിവിഷൻ ആണ്, അതായത് ഈ പറയുന്ന സോഷ്യൽ സ്ട്രക്ചർ എസ്റ്റേറ്റ് സിസ്റ്റം തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി പൊളിറ്റിക്കലി പറയുകയാണെങ്കിൽ ആബ്സല്യൂട്ട് മൊണാർക്കാണ്. പീപ്പിൾ ഡസ് നോട്ട് ഹാവ് എനി കൈൻഡ് ഓഫ് പവേഴ്സ്. അവരുടെ റൂളേഴ്സിനെ സെലക്ട് ചെയ്യാൻ ജനങ്ങൾക്ക് ഒരു കൈൻഡ് ഓഫ് പവേഴ്സോ അല്ലെങ്കിൽ റൈറ്റോ ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ മക്കൾ കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്ത് എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക ബേസ്ഡ് ഓൺ വെയിറ്റേജ്. ഓക്കെ, then we are going to our next question. Describe the main events of the October Revolution in Russia. Next chapter ആണ് റഷ്യയിൽ ഒക്ടോബർ റവല്യൂഷന്റെ മെയിൻ ആയിട്ടുള്ള ഇവന്റ്സ് ആണ് നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്.
On 16th October 1917, Lenin persuaded the Petrograd Soviet and Bolsheviks party to agree seizure of power. A military revolutionary committee was appointed under the leadership of Leon Trotsky. Okay, അപ്പോൾ ഒരു മിലിറ്ററി സീസർ ഓഫ് പവർ ആണ് സോവിയറ്റ്സിനോട് ആര് അല്ലെങ്കിൽ ബോൾഷെവിക്സിനോടും പെട്രോഗ്രാഡ് സോവിയറ്റ്സിനോടും ആര് ഡിമാൻഡ് ചെയ്യുന്നത്, ലെനിൻ ഡിമാൻഡ് ചെയ്യുന്നത്. അതിനുവേണ്ടി ലിയോൺ ട്രോട്സ്കി ആണ് ഈ പറയുന്ന റെവല്യൂഷണറി കമ്മിറ്റിക്ക് ലീഡർഷിപ്പ് കൊടുക്കുന്നത്. ലിയോൺ ട്രോട്സ്കി ആണ് നമുക്ക് കാണാൻ പറ്റും. The uprising began on October 24th when a pro-government troops were to take over telephone and telegraph offices and protect Winter Palace. A swift response of the military revolutionary committee ordered its supporters to seize government offices and arrest ministers. അപ്പോൾ എക്സിസ്റ്റിംഗ് ഗവൺമെന്റ്സ് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിട്ടുള്ള ആഫ്റ്റർ ദ ഫെബ്രുവരി റവല്യൂഷൻ അലക്സാണ്ടർ കെരൻസ്കിയുടെ ലീഡർഷിപ്പിൽ ഉണ്ടായിട്ടുള്ള ഗവൺമെന്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഡിക്ലറേഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നു. ഗവൺമെന്റ് പറഞ്ഞ ഗവൺമെന്റ് മിനിസ്റ്റേഴ്സിനൊക്കെ അറസ്റ്റ് ചെയ്യുക, ഓഫീസ് സീസ് ചെയ്യുക എന്നുള്ള ഡിക്ലറേഷൻ ആരുടെ ഭാഗത്ത് നിന്ന് വരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രോട്സ്കിയുടെ ഭാഗത്ത് നിന്ന് വരുന്നു. The city was under committee's control and the ministers had surrendered. Uprising took place in other cities also. By December, the Bolsheviks controlled the Moscow Petrograd area. പിന്നീട് എന്താണ് ഈ പറയുന്ന ഡിസംബർ ഒക്കെ ആവുന്നതോടുകൂടി ബോൾഷെവിക്സ് കംപ്ലീറ്റ് ആയിട്ട് മോസ്കോ അതുപോലെ തന്നെ പെട്രോഗ്രാഡ് ഏരിയാസ് ഒക്കെ അവരുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാണ് ചെയ്യുന്നത്. ഇതാണ് ഒക്ടോബർ റവല്യൂഷന്റെ മേജർ ആയിട്ടുള്ള ഇവന്റ്സ് നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇടാം. Describe the circumstances which were responsible for the Russian Revolution എന്നാണ് ചോദിച്ചിട്ടുള്ളത്. Russia's own industries were few numbers and the industrial workers were exploited extremely. In Russia, 85% of the people were agriculturists. Then the king, nobles and church owned large landed properties like industrial workers. Peasants also lived in miserable conditions. അതായത് ഇവിടെ റഷ്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് ആൻഡ് സിമിലർലി പെസൻസ് ആണെങ്കിലും വളരെ ട്രാജിക് കണ്ടീഷനോടെയാണ് ജീവിച്ചു പോകുന്നത്. പെസൻസിനാണെങ്കിൽ അവരുടെ എന്താ പറയുക 85% ഓഫ് ദ പീപ്പിൾസ് എന്ന് പറയുന്ന പെസൻസ് ആണ്. അതിൽ തന്നെ ഈ പെസൻസിനാണെങ്കിൽ അവർക്ക് അവരുടെ ഓൺ ലാൻഡ് ഒക്കെ വളരെ കുറവാണ്. പല ലാൻഡും ഈ പറഞ്ഞ ചേർച്ചിന്റെയും അല്ലെങ്കിൽ പറഞ്ഞ എന്താ പറയാ നോബിൾസിന്റെ ഒക്കെ കയ്യിലാണുള്ളത്. അപ്പോൾ പെസൻസ് കുറെ അധികം എക്സ്ട്രീം സിറ്റുവേഷൻ സഫർ ചെയ്യുന്നുണ്ട്. സിമിലർലി ഇൻഡസ്ട്രിയലിസ്റ്റുകൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് ആണെങ്കിലും വലിയ രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു ഹ്യൂജ് വർക്കിംഗ് അവേഴ്സ്, വളരെ മേജർ ആയിട്ടുള്ള വേജസ്, അതുപോലെ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ വളരെ മോശമായിട്ടുള്ള അക്കോമഡേഷൻ, ഇങ്ങനെ വർക്കിംഗ് കണ്ടീഷൻ ആണെങ്കിലും വളരെ മോശമാണ്. ഇങ്ങനെ കുറെ അധികം പ്രോബ്ലംസ് ആരും സഫർ ചെയ്യുന്നുണ്ട്, വർക്കേഴ്സും സഫർ ചെയ്യുന്നുണ്ട്. Then Russia had an autocracy. Tsar Nicholas II was deeply conservative and ruler and maintained a strict authoritarianism system. Then he cared little for the general people. He dragged the Russia into the First World War. Then Karl Marx theory, communism appealed to the people. He said that the workers had to overthrow capitalism and rule capitalist by revolution. Then the popularity of Bolshevik party increases steadily under the leadership of Vladimir Lenin. The Bolsheviks had formed a committee and the Soviet and created committee and Soviet and created a condition which eventually led the French Revolution. ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ നിക്കോളാസ് സെക്കൻഡ് കാര്യം എടുക്കുകയാണെങ്കിൽ കൺസർവേറ്റീവ് ലീഡർ ആയിരുന്നു എന്നുള്ളതും എന്താ പറയുക അദ്ദേഹത്തിന്റെ ഓരോ ഡിസിഷനും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മേജർ ഡിസിഷൻ എന്തിലേക്ക് എത്തിക്കുന്നുണ്ട്? വേൾഡ് വാർ സിറ്റുവേഷനിലേക്ക് അടക്കം, വേൾഡ് വാർ സിറ്റുവേഷനിലേക്ക് അടക്കമെന്നില്ല, വേൾഡ് വാറിന്റെ റഷ്യയുടെ ഇൻവോൾവ്മെന്റിലേക്ക് അടക്കം. ഓക്കെ, അങ്ങനെ തന്നെ പറയാം. വേൾഡ് വാറിൽ റഷ്യ വലിയൊരു മേജർ ആയിട്ടുള്ള ഒരു പവർ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് റഷ്യൻ ഇക്കണോമിക്ക് വലിയ രീതിയിൽ എന്ത് ചെയ്തിരുന്നു? ക്രൈസിസും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തിരുന്നു. ആ ഒരു സിറ്റുവേഷനിലേക്ക് അടക്കം കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. കൂടാതെ കാൾ മാർക്സ് പോലെയുള്ള ഐഡിയോളജിസ്റ്റ് അല്ലെങ്കിൽ തിങ്കേഴ്സിന് മുമ്പോട്ട് വെക്കുന്ന കുറെ അധികം ഐഡിയോളജീസ് ഉണ്ട്. അതായത് ഏറ്റവും ബെസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് പവേഴ്സിനെ ഓവർത്രോ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം? ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വേണം എന്നൊരു ആശയം കാൾ മാർക്സിന് പോലുള്ള തിങ്കേഴ്സ് മുമ്പോട്ട് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബോൾഷെവിക് പാർട്ടി കിട്ടിയിട്ടുള്ള പോപ്പുലർ സപ്പോർട്ട്, ലെനിന് കിട്ടിയിട്ടുള്ള പോപ്പുലർ സപ്പോർട്ട്, സോവിയറ്റ്സിന് കിട്ടുന്ന പോപ്പുലർ സപ്പോർട്ട്, ഇതൊക്കെ റഷ്യൻ റവല്യൂഷന്റെ സിറ്റുവേഷനിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നുണ്ട്. ദെൻ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇടാ, തേർഡ് ചാപ്റ്റർ ആണ്. ഓക്കെ, റെസ്റ്റ് ഓഫ് ഇറ്റ് എന്ന ചാപ്റ്റർ ആണ്. ഡിസ്ക്രൈബ് ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ വീമർ റിപ്പബ്ലിക്. വീമർ റിപ്പബ്ലിക് ഫേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കുകയാണെങ്കിൽ ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ ജർമ്മനിയാണ് വാർ ഗിൽഡ് ജർമ്മനിയുടെ മേലാണ് ഇമ്പോസ് ചെയ്യുന്നത്. ഓക്കെ, ജർമ്മനിയുടെ മേലാണ് വാർ ഗിൽഡ് ഇമ്പോസ് ചെയ്യുന്നത്. ട്രീറ്റി ഓഫ് വേഴ്സാൽസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ട്രീറ്റിലൂടെ ജർമ്മൻ ആണ് എന്ത് ചെയ്യുന്നത്? വാറിനൊക്കെ റീസൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജർമ്മനിയുടെ വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഹ്യൂമിലേറ്റ് ചെയ്യുന്നുണ്ട്. ജർമ്മനിയുടെ മൈൻ ഏരിയാസ്, ജർമ്മനിയുടെ ഗോൾഡ്, ഇങ്ങനെ കുറെ അധികം ജർമ്മനിയുടെ ഏരിയാസ്, അതുപോലെ തന്നെ റിച്ച് ആയിട്ടുള്ള കോളനീസ്, ഇതൊക്കെ ആര് പിടിച്ചെടുക്കുന്നുണ്ട്? വിക്ടോറിയസ് പവേഴ്സ് പിടിച്ചെടുക്കുന്നുണ്ട്, കാലേഴ്സ് പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ആ ഒരു സമയത്ത് അവിടെ എമേർജ് ചെയ്തിട്ടുള്ള പവറാണ് ഡെമോക്രാറ്റിക് സിസ്റ്റമാണ് വീമർ റിപ്പബ്ലിക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. വീമർ റിപ്പബ്ലിക്കിന് ഇതൊന്നും സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ പീപ്പിൾസ് ഇത്രത്തോളം ഹ്യൂമിലേറ്റ് ആവുന്ന സിറ്റുവേഷൻ ഓവർകെയിം ചെയ്യാനോ പറ്റാത്തതാണ് വീമർ റിപ്പബ്ലിക്കിന് അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ഏറ്റവും വലിയ എന്താ പറയുക ഒരു പ്രോബ്ലം ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് നോക്കാം.
The Treaty of Versailles after First World War was unfair to Germany. Germany was exploited using the treaty, and due to humiliating terms of the treaty, the common public was discontent. Due to Germany being made to pay for the First World War, its economy crumbled. The price of essential goods increased substantially, and the gold reserves were depleted. Then, in an economic crisis, the German government, elected democratically, could not cope with the problems and failed to solve them. Thus, the public later accepted the dictatorship of Hitler. അതായത് അവിടെ ഉണ്ടായിട്ടില്ല ഇപ്പോൾ ജർമ്മനിയുടെ മേലെ ഇന്റർനാഷണൽ അല്ലെങ്കിൽ പറയുന്ന രീതിയിൽ ഇമ്പോസ് ചെയ്യപ്പെടുന്ന ട്രീറ്റി ഒപ്പോസ് ചെയ്യാനായിരിക്കും പറ്റുന്നില്ല, എക്സിസ്റ്റിംഗ് ഗവൺമെന്റിന് പറ്റുന്നില്ല. ജർമ്മൻ ഇക്കണോമിക് കണ്ടീഷനെ ഓവർകം ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു ഇക്കണോമിക് എന്താ പറയാ ഒരു ക്രൈസിസിനെ സോൾവ് ചെയ്യാനായിരിക്കും പറ്റുന്നില്ല, ഡെമോക്രാറ്റിക് ഗവൺമെന്റിന് പറ്റുന്നില്ല. അങ്ങനെ ഗ്രാജുവലി ഡിക്റ്റേറ്റർഷിപ്പിലേക്ക് പീപ്പിൾ എന്ത് ചെയ്യാണ് പോകുന്ന സിറ്റുവേഷൻ ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്, ജർമ്മനിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത്രയുമായിരുന്നു ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ 6 ക്വസ്റ്റ്യൻസ് ആണ് സാറ്. സാധാരണ ഇത്രയും ക്വസ്റ്റ്യൻസ് ഇത്രയും ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യാറില്ല, പക്ഷെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ട് മക്കൾ ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് സാർ പോയത്. എന്തായാലും ഒരു 15 മിനിറ്റ്സ് മക്കൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 ക്വസ്റ്റ്യൻസ് മക്കൾ പഠിച്ചെടുക്കുമെന്ന് സാർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എന്താണ് ക്ലാസ്സിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ എന്നൊക്കെ എന്ത് ചെയ്യുക എല്ലാ മക്കളും ആഫ്റ്റർ ദ ക്ലാസ് മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ, ബൈ.